ഹലോ, നമസ്കാരം. ഇത് ഞാൻ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നതിൽ ഒരു ഇത്തിരി ഡിഫറെൻറ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചിക്കൻ ഇന്ന് ലഞ്ച് ഞങ്ങൾക്കപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. വരൂ. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. ഫ്രൈഡ് റൈസിനായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, സെലറി ഇത്രയും സാധനങ്ങൾ ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ്, സെലറി വേറെ, ക്യാപ്സിക്കം വേറെ, ക്യാരറ്റ് വേറെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇത് നമുക്കിനി ബട്ടറിൽ ഇത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ചിക്കൻ നന്നായിട്ട് ബ്രോൺലെസ് ചിക്കൻ ബോയിൽ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിക്കനിൽ ചേർക്കുകയാണ്. ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്കൊരു ഒരു 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 2 കപ്പ് ചിക്കൻ ഷ്രെഡഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്, വേവിച്ചത്. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിനകത്തേക്ക് ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ശരിയായി വരുമ്പോഴത്തേനും ഞങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുക്കുക. അതിനൊന്നും അധികം മൂപ്പ് ആകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ക്യാരറ്റ് സോട്ട് ചെയ്ത ശേഷം ഞാൻ ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം അതുപോലെ തന്നെ ആ ക്രഞ്ചിനെസ് എപ്പോഴും നിലനിൽക്കണം, അത് മാത്രമേ ആക്കാവുള്ളൂ. ആ ഗ്രീൻ കളർ പോകാനും പാടില്ല. അപ്പോഴത്തേനും അതും ഇട്ട് കഴിഞ്ഞ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം നമ്മൾ നല്ല മണമായി ബട്ടറിലായിട്ടൊരു നല്ല മണം വരും. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേന് അപ്പോഴത്തേനും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. അതാണ് നമ്മൾ ചിക്കൻ ഷ്രെഡഡ് ചിക്കൻ വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ഇട്ടു. അത് നമ്മൾ കുക്കറിനകത്തിട്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് അടിച്ചിട്ട് കുറച്ച് വെള്ളം വെച്ച്, വളരെ കുറച്ച് വെള്ളം വെച്ചൊന്ന് കുക്കറിനകത്ത് അടിച്ച് കഴിയുമ്പോഴത്തേനും അത് വേഗം അതിങ്ങനെ ഷെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും നമ്മുടെ ക്യാരറ്റ് മിക്സിനകത്തേക്ക് ഇട്ടു. പിന്നെ ഇടാനുള്ളത് പെപ്പറാണ്. പെപ്പർ പൊടി നമ്മുടെ ഫ്രൈഡ് റൈസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അതൊരു ഇപ്പം 2 ഗ്ലാസ് അരിയാണ്, ഒരു 2 ലെവൽ ടേബിൾ സ്പൂൺ ഇടേണ്ടി വരും ഫ്രഷ്. പിന്നെ നമുക്കിടാനുള്ളത് നമ്മുടെ സെലറി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി തിളപ്പിച്ച് അതിനകത്തിട്ട് ബോയിൽ ചെയ്ത് പാകമാകുമ്പോഴത്തേനും ഊറ്റി വെക്കുകയാണ്. ആ ചോറാണ് ഇട്ടിരിക്കുന്നത്. അത് ഇട്ടേച്ച് അതിനകത്തേക്ക് ഞാൻ കിക്കോമാൻ്റെ സോയ സോസാണ് ഉപയോഗിക്കുന്നത്. സോയ സോസും ഇതിനകത്ത് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന് വളരെ ടേസ്റ്റ് ചെയ്യുന്ന ഐറ്റമാണ് നമ്മുടെ സോയ സോസ്. ഞാനെപ്പോഴും ഈ ബ്രാൻഡാണ് വാങ്ങിക്കാറുള്ളത്, കിക്കോമാൻ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഫ്രൈഡ് റൈസ്, മാങ്ങ ചമ്മന്തി ആൻഡ് ചിക്കൻ ഫ്രൈ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ മെനു. പിന്നെ സൈഡിൽ തൈരുണ്ട്, അച്ചാറുണ്ട്, അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അടിപൊളി ഫ്രൈഡ് റൈസാണ് ഇത്. നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണെങ്കിലും ഇത് നമുക്ക് പച്ചരിയല്ല കിട്ടുന്നത്. ഞങ്ങൾക്ക് സൗദിയിലൊക്കെ ഒരു പച്ചരിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇതുവരെ നമുക്കൊരു പാർബോയിൽഡ് റൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊട്ടും ഒട്ടുകയില്ല, കുറച്ച് വേവൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചമ്മന്തിയും ചിക്കൻ ഫ്രൈയും സൈഡിൽ തൈരും. പക്ഷേ എനിക്ക് തൈരൊന്നും കൂട്ടി കഴിക്കുമ്പോൾ ആ രുചിയും അങ്ങ് നഷ്ടപ്പെടും. അപ്പം ഇത്രയും സാധനം വേറെ ഒന്നും അതിനകത്ത് ചേർക്കാതെ കഴിക്കുന്നതാണ് ഇഷ്ടം. സാധാരണ ഞാൻ പീനട്ട് വറുത്തതിൻ്റെ മേളിലിടാറുണ്ട്. ഇന്ന് പീനട്ട് വറുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പം ഇതാണ് ലഞ്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് സ്കൂളിലൊക്കെ കൊടുത്തു പോകാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുള്ളൂ. താങ്ക് യു. ബൈ.